എലവഞ്ചേരി നടുപ്പാടത്ത് കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. കാംകോ ഏജൻസിയും എലവഞ്ചേരി കൃഷിഭവനും തുമ്പിടി കരിപ്പായി പാടശേഖര സമിതിയും സംയുക്തമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കാംകോയുടെ യന്ത്രങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തെളിക്കുന്ന രീതിയും പരിചയപ്പെടുത്താനായാണ് പ്രദർശനം നടത്തിയത്. എലവഞ്ചേരിയിലെ കൃഷിപ്രേമികൾക്ക് വിജ്ഞാനത്തിന്റെ കലവറ തുറന്നു നൽകുന്നതായിരുന്നു കാർഷിക പ്രദർശനം. കാർഷിക മേഖലയിലെ നൂതന അറിവുകളും സാങ്കേതിക വിദ്യകളും പങ്കുവയ്ക്കുന്ന പ്രദർശനമാണ് സംഘടിപ്പിച്ചത്. കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം ഡ്രോണുകൾ അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങളുടെ പ്രവർത്തനം കർഷകർക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരം പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന്റെ നല്ല വശങ്ങൾ അധികൃതർ കർഷകരെ ബോധ്യപ്പെടുത്തി. കർഷകർക്ക് കൃഷിപരിപാലനം അനായാസമാക്കാൻ ഡ്രോണിന്റെ പ്രവർത്തനം സഹായിക്കും. ചെടികളിലേക്ക് നേരിട്ട് വളപ്രയോഗത്തിന് ഡ്രോൺ കൂടുതൽ സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ സമയത്ത് കൂടുതൽ കൃഷിയിടത്തിലേക്ക് വളപ്രയോഗം നടത്താൻ കഴിയുമെന്നാണ് പ്രദർശനത്തിൽ ബന്ധപ്പെട്ടവർ വിശദീകരിച്ചത്. എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിൽ വളപ്രയോഗവും ഇതുവഴി സാധ്യമാണ്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് നടത്തിയ പ്രദർശനം കർഷകർക്ക് വേറിട്ട അനുഭവമായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കൊയ്ത്തു മെഷീൻ നമ്മുടെ ഇവിടെ വന്ന് കൊയ്യുമ്പോൾ 2000-2500 രൂപ വാടക വാങ്ങുമ്പോൾ ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ലഭിക്കുന്നത് 1500 രൂപ. ബാക്കി എല്ലാം കമ്മീഷനാണ്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കർഷകർ തന്നെ ആ കൊയ്ത്ത് മെഷീൻ ഇവിടെ കർഷകർക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവർക്ക് 1600 രൂപ വെച്ച് കൊയ്യാൻ കഴിയും. അപ്പോൾ ഒരു മണിക്കൂറിൽ 800-1000 രൂപ വരെ കർഷകർ ലാഭിക്കും. കാരണം ഒരു ഏക്കർ കൃഷി നടത്തിയാൽ ലാസ്റ്റ് ഒരു 10 രൂപ 20 രൂപ ലാഭം കിട്ടുന്നത് പോലും ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ഉപകരണങ്ങൾ സമിതി മുഖേനയോ അല്ലെങ്കിൽ തനിച്ച് വാങ്ങാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിയാൽ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകാൻ കൂടി കഴിയും. മണിക്കൂറിന് ഇത്ര രൂപ വാടക എന്ന് വെച്ച് നിശ്ചയിച്ചാലും വലിയ നിലവിലുള്ള ചാർജ് ഈടാക്കാതെ കർഷകരെ സഹായിക്കുന്ന നിലവിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഈ കാംകോ കമ്പനി തീർച്ചയായിട്ടും ഈ എലവഞ്ചേരിയിൽ വരാനും ഇത്രയേറെ കർഷകർക്ക് ഇതിന് പരിചയപ്പെടുത്തി കൊടുക്കാനും അവർക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് അവർ സമയം കണ്ടെത്തി എത്തിച്ചേർന്നതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. സമിതി സെക്രട്ടറി വി ചെന്താമര സ്വാഗതം പറഞ്ഞു. എലവഞ്ചേരി ബാങ്ക് പ്രസിഡന്റ് കെ ശിവദാസൻ, കെ ശിവരാമൻ, ടി കെ പരമേശ്വരൻ, ഷാബുമോൻ, കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.